അപ്പൊ അഹങ്കാരം എന്ന് പറയുന്നൊരു കാര്യം ഇന്ന് സമൂഹത്തിൽ വളരെ വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഹങ്കാരം ഒരു മനുഷ്യനിൽ ഇല്ലാതാകാൻ വേണ്ട കാര്യം എന്താണ്? വിനയം ഉണ്ടാവണം. ഒരു മനുഷ്യന്റെ ഭംഗി വിനയം ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു മനുഷ്യന്റെ ഭംഗി എന്താണ്? വിനയം ഉണ്ടാവുക എന്നുള്ളതാണ്. വിനയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി, നബിയെ അങ്ങെങ്ങാനും അങ്ങയുടെ ഹൃദയം എന്ന് പറയുന്നത് പരുഷ സ്വഭാവമായിരുന്നെങ്കിൽ, കഠിന ഹൃദയമായിരുന്നെങ്കിൽ, ലം ഫല്ലു മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റിൽ ആരുണ്ടാവൂല, എല്ലാവരും പിരിഞ്ഞു പോകുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിനയമില്ലാത്ത ഒരാളായിരുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരുഷ സ്വഭാവമുള്ള ആളായിരുന്നെങ്കിൽ, പരുഷ സ്വഭാവം ഉള്ള ആളായിരുന്നെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാളും അടുക്കുമായിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞത്, ഫബിമാ റഹ്മത്തും മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അക്രമികളോട് പോലും ചിരിച്ചുകൊണ്ട് പെരുമാറിയത്. അവിടുത്തെ കാലിൽ മുറിവേറ്റപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പാടില്ല എന്നുള്ളതല്ലേ. അവരിൽ നിന്ന് ഒരാളെങ്കിലും നന്നായാൽ എനിക്കതാണ് ഏറ്റവും പ്രിയം എന്നാണ് പറഞ്ഞത്. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം വർണ്ണനകളുണ്ട്. അക്മൽ ബഷറാണ്, അഫ്ളലുൽ ഖൽഖാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷെ പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ആളുകൾ അടുക്കാനുള്ള കാരണമായി പറഞ്ഞത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവ മഹിമയാണ്. പരുഷ സ്വഭാവത്തിൻ്റെ ഉടമയല്ല. എല്ലാവരോടും സൗമ്യമായി പെരുമാറുന്ന പ്രകൃതമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളത്. അല്ലാതെ ഒരാളോടും ദേഷ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്ന ഭാവത്തിൽ പെരുമാറുന്ന രീതി സ്വീകരിച്ചവരായിരുന്നില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹത്തുക്കൾ നമ്മളോട് പറഞ്ഞു, വഖുൽ ഇദാ ഖുൽത ഖൗലൻ ലയ്യിനാ വഖുൽ ഇദാ ഖുൽത ഖൗലൻ ലയ്യിനം ബിഹി മലത് ഇലൈക ഖുലൂബുൻ നാസി കുല്ലിഹിമീ. ഒരാളോട് നീ സംസാരിക്കുകയാണെങ്കിൽ നീ എന്ത് ചെയ്യണം? ഖൗലൻ ലയ്യിന, മൃദുവായി സംസാരിക്കണം. പരുഷമായി സംസാരിക്കാൻ പാടില്ല. പുതിയ കാലത്ത് നഷ്ടപ്പെട്ടു പോയി. പരുഷമായി സംസാരിക്കരുത്, സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ പഠിക്കണം. അത് എന്നിട്ട് മഹത്തുക്കൾ പറഞ്ഞത് വയുൻകറു സൗതു മിൻ ഹുംറിൻ ഇദാ നഹഖത് വൽ അൻദലീബു മുഹബ്ബുൻ സൗതുഹു ബിഫമി. കഴുതയുടെ ശബ്ദം ആർക്കും ഇഷ്ടമല്ല. കഴുത കരഞ്ഞാൽ ആരും നല്ല പാട്ടാണെന്ന് പറയൂല, അതാർക്കും ഇഷ്ടമല്ല. എന്നാൽ നല്ല കുരുവികൾ, നല്ല പക്ഷികൾ, അവയുടെ ശബ്ദം എന്ന് പറയുന്നത് രാപ്പാടി കുയിലുകൾ, അവരുടെയൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷമാണ്. വലിയ വലിയ പ്രൊഫഷണലിസ്റ്റായ ആളുകൾ അവരുടെ ജോലിയിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ, ഒരു റിലാക്സായി കിട്ടാൻ ഇപ്പോൾ കൂടുതൽ ആശ്രയിക്കുന്നത് റിസോർട്ടുകളെയാണ്. റിസോർട്ടുകൾ എന്ന് പറഞ്ഞാൽ തന്നെ ഏതെങ്കിലും റിസോർട്ടുകളാണോ? അല്ല, മറിച്ച് പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്ന റിസോർട്ട്. അവിടെ ചെന്ന് കിളികളുടെ ശബ്ദം, പ്രകൃതിയുടെ ശബ്ദം, വെള്ളമൊഴുകുന്ന ശബ്ദം, ഇതൊക്കെ കേട്ടാൽ മനസ്സിന് റാഹത്താണ്. എന്നാൽ ആരും ഇവിടെ പോയിട്ട് വീട്ടിലൊരു കഴുതനെ വളർത്തി ആ കഴുതയുടെ ശബ്ദത്തിൽ ആരും ആനന്ദം കണ്ടെത്തൂല. അപ്പൊ അതുകൊണ്ട് ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഇദാ ഖുൽത ഖൗലൻ ലയ്യിന, നീ വളരെ സോഫ്റ്റായി, നീ വളരെ മൃദുലമായിട്ട് സംസാരിക്കണം എന്നാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാൾക്ക് ഒരാളോട് മൃദുലമായി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ, ഒരാളോട് സോഫ്റ്റായി പെരുമാറണം എന്നുണ്ടെങ്കിൽ വേണ്ട ഒരു ഗുണം വിനയം ഉണ്ടാവുക എന്നുള്ളതാണ്. വിനയം ഇല്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവില്ല? ഒരാളോട് സ്നേഹം ഉണ്ടാവില്ല. വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മനസ്സിലാക്കുന്ന ഈ വിനയം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നു, അത്തവാളുഉ അൻ തഖ്റുജ മിൻ മൻസിലിക ഫലാ തൽഖാ മുസ്ലിമൻ ഇല്ലാ റഅയ്ത ലഹു അലൈക ഫളല. നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാണ്,
നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നീ കണ്ടുമുട്ടുന്ന മുസ്ലിമീങ്ങളെയെല്ലാം അവരെല്ലാം നിന്നേക്കാൾ മഹത്വമുണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ നിനക്ക് വിനയമുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എത്ര ആളുകളെ കാണും? ആ ആളുകളെ കാണുമ്പോൾ നമ്മൾ ഒരാളെ കാണുമ്പോൾ അവൻ കള്ളുടിയനാണ്, അവൻ വയസ്സനാണ്, അവൻ കുട്ടിയാണല്ലോ, അല്ലെങ്കിൽ അവനെ മൈൻഡ് ചെയ്യണ്ട, അവൻ അന്ന് കള്ളു കുടിച്ച് നടന്നവനാണ്, ഇങ്ങനെ പറഞ്ഞ് ഒരാളെ കാണുന്ന സമയത്ത് അയാൾ നമ്മളെക്കാൾ എന്താണെന്ന് തോന്നിയാൽ, നമ്മൾ അയാളെക്കാൾ മിടുക്കനാണെന്ന് തോന്നിയാൽ നമുക്ക് വിനയല്ല. നമ്മളൊരാളെ കാണുന്ന സമയത്ത് അയാൾ നമ്മളെക്കാൾ ഉഷാറാണ് എന്ന് നമുക്ക് തോന്നണം, അപ്പോൾ വിനയുണ്ട്. നമുക്കങ്ങനെ തോന്നുമോ? നമുക്കങ്ങനെ തോന്നില്ല. നമ്മളൊരാളെ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുക? ഞാനാണ് ഉഷാറ്. നമ്മളൊരു സദസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് കസേര കിട്ടണം. നമ്മൾ എവിടെയെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളെ പരിഗണിക്കണം. എല്ലായിടത്തും നമ്മൾ ഇതിലാ. ഇപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയത് എന്തിനായിരിക്കും? ആ കുട്ടിയുടെ നിക്കാഹ് ഉറപ്പിക്കണ കാര്യം എന്നോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ വീട്ടിൽ പെണ്ണ് കാണാൻ ആള് വരുന്നുണ്ട് എന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. ആ സമയത്ത് പെണ്ണ് കണ്ടല്ലോ, കല്യാണം നടന്നല്ലോ, അൽഹംദുലില്ലാ എന്ന് ചിന്തിക്കൂല. വിനയം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് മഹത്തുകൾ പഠിപ്പിച്ചു, നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ കണ്ടാൽ നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ കണ്ട് നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? അയാളെ നമ്മൾ ബഹുമാനിക്കണം. അതിന് വലിയ വിനയം വേണം. എന്ത് കാര്യത്തിലാണ് ബഹുമാനിക്കേണ്ടത്? നമ്മുടെ അത്രയ്ക്ക് തെറ്റ് ആ മനുഷ്യൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് മനസ്സിലാക്കിയ ആളെ നമ്മൾ ബഹുമാനിക്കണം. നമ്മുടെ അത്രയ്ക്ക് തെറ്റ്, ഇപ്പം നമുക്കൊരു 45 വയസ്സുണ്ടെങ്കിൽ ഈ 45 വയസ്സിൽ ഏകദേശം ഒരു 10-30 വയസ്സ് നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളൊരു കുട്ടിനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ കുട്ടി എന്തായാലും എൻ്റെ അത്ര തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇനി നമ്മളെക്കാൾ മുതിർന്ന ഒരാളെ കണ്ടു, അയാളെ കാണുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇയാൾ എന്നേക്കാൾ കൂടുതൽ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ എന്നാണോ? അല്ല, മറിച്ച് എന്ത് ചിന്തിക്കണം? ഇദ്ദേഹം എന്നേക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇബാദത്ത് ചെയ്ത മനുഷ്യനാണ്. ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അധികമാണെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ 5 വക്ത് നിസ്കരിക്കാൻ അയാൾക്ക് അവസരം കിട്ടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. അപ്പൊ കിബറില്ലാണ്ടാവും, അഹങ്കാരം ഇല്ലാണ്ടാവും. അതാണ് വിനയം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു വിശ്വാസിയെ കണ്ടുമുട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുന്ന സമയത്ത് ആ മനുഷ്യൻ എന്നേക്കാൾ ഉത്തമനാണ് എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് വിനയമുണ്ട്. എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ലെങ്കിലോ വിനയമില്ല. ഒരാൾക്ക് വിനയമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ 3 അടയാളങ്ങൾ പറയുന്നുണ്ട്. ഒരു മഹാനായ അംർ ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പറയാണ്, അവിടെ നിന്ന് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, ഒരാൾക്ക് വിനയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ 3 കാര്യം. ഒന്ന്, അൻ തബ്ദഅ ബിസ്സലാമി അലാ മൻ ലഖീത. നീ ഒരാളെ കണ്ടാൽ അയാളോട് സലാം പറയണം. സലാം പറയാൻ പറ്റുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ അയാളോട് സലാം പറയണം. അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ ചിരിച്ച് സലാം പറയുക, ഗൗരവത്തിലല്ല. അത് കിബറുണ്ടെങ്കിൽ കഴിയൂല. അവൻ എന്നോട് സലാം പറയട്ടെ, ഞാനാണല്ലോ മുതിർന്നവൻ, അല്ലെങ്കിൽ ഞാനാണല്ലോ നാട്ടിലെ പ്രമാണി. അപ്പോൾ നമ്മൾ അയാളിങ്ങനെ വരുന്നാണുമ്പോൾ, അല്ലെങ്കിൽ അയാളെ കാണുമ്പോൾ നമ്മൾ തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കും, ഫോണിലോട്ട് നോക്കിയിട്ട് ഇപ്പം പറയുന്നുണ്ടോ നമുക്ക് അങ്ങോട്ട് പറയാൻ മടിയായി പോയി. അങ്ങനെയല്ല, ഒരാളെ കാണുന്ന സമയത്ത് സലാം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് തന്നെ പറയാം. സലാം എന്ന് പറഞ്ഞാൽ സലാം ഇങ്ങനെ വിട്ടുകൊടുക്കണ്ട, അസ്സലാമു അലൈക്കും എന്ന് പറയാം. വാട്സപ്പ് ചാറ്റിലും അങ്ങനെ തന്നെ പറയാം. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ സലാം പറയാം. സലാം പറയുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആർക്ക് ആരോടൊക്കെ സലാം പറയാം എന്ന് ചിന്തിക്കണം. കാണൽ അനുവദനീയമായ ആളുകളോട് മാത്രമേ സലാം പറയാൻ പറ്റുള്ളൂ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, പള്ളിയിലെ ഉസ്താദിനോട് സ്ത്രീകൾക്ക് സലാം പറയാൻ പറ്റൂല. ഉസ്താദിനെ വിളിക്കുന്ന സമയത്ത് ഉസ്താദെ അസ്സലാമു അലൈക്കും എന്ന് പറയാൻ പറ്റൂല, ഹറാമാണ്. അന്യ പുരുഷനോട് സലാം പറയാൻ പറ്റുമോ? ഇല്ല. ഭർത്താവിൻ്റെ അനിയനോട് പറ്റുമോ? ഇല്ല. അപ്പൊ ഏതെങ്കിലും ആളുകൾ വന്നിട്ട് സലാം പറയാ, അപ്പൊ നമ്മൾ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് സലാം അടക്കം നിൽക്കണ്ട. സലാം പറയൽ കാണൽ അനുവദനീയമായവർക്കാണ് സലാം പറയാം. പിന്നെ സംഘങ്ങളോട് പറയാം. ഇപ്പൊ ഞാൻ ഒരുപാട് സ്ത്രീകൾ ഇരിക്കുന്ന സമയത്ത് അവരോട് പറയാം. എൻ്റെ ലക്ഷ്യം ആരാണ്? ഒരു സ്ത്രീ അല്ല, അതിൽ എല്ലാ സ്ത്രീകളുമാണ്. അങ്ങനെ ആകുമ്പോൾ പറയാം. ഇത് ഇന്നത്തെ കാലത്ത് പോയി. ഇന്ന് എല്ലാവരെ കണ്ടാലും കൂടെ പഠിക്കുന്നവർ കണ്ടാൽ സലാം പറയലാണ്, കസിൻസുകൾ തമ്മിൽ കണ്ടാൽ സലാം പറയലാണ്, ഏതോ മൂത്തമ്മാൻ്റെ കുടുംബത്തിലുള്ള ഏതോ ഒരു കുട്ടനെ കെട്ടിച്ച ആൾ വീട്ടിലേക്ക് വന്നപ്പോഴും സലാം പറയലാണ്, എല്ലായിടത്തും സലാം പറയലാണ്.
എല്ലായിടത്തും സലാം പറയാൻ പറ്റില്ല. സലാം എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമായവരോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതെപ്പോഴും പറയാൻ പറ്റുമോ? പറ്റില്ല. ബാത്റൂമിൽ ഇരിക്കുന്ന ഒരാളോട് സലാം പറയാൻ പറ്റുമോ? പറ്റില്ല. ഭക്ഷണം കഴിക്കുന്ന ഒരാളോട് സലാം പറയാൻ പറ്റുമോ? സലാം പറയാം, കുഴപ്പമില്ല. അയാൾക്ക് മടക്കൽ നിർബന്ധമില്ല. നമ്മൾ പറഞ്ഞു നേരിട്ട് അയാൾക്ക് മടക്കൽ എന്തില്ല, നിർബന്ധമില്ല. അപ്പം അത് നമ്മൾ പാലിക്കണം. എല്ലാവരോടും സലാം പറയാം. സലാം പറയാൻ പറ്റുന്നവരോടൊക്കെ സലാം പറയാം. മക്കളോട് സലാം പറയണം. മദ്രസ വിട്ട് വീട്ടിലോട്ട് ഓടി വരുന്ന മക്കൾ ആദ്യം മക്കളോട് സലാം പറഞ്ഞു പഠിപ്പിക്കണം. നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മക്കളോട് സലാം പറഞ്ഞു ഓടിക്കണം. ആരെങ്കിലും കോൾ ചെയ്യുമ്പോൾ ആദ്യം ഹലോ എന്ന് പറഞ്ഞാൽ അടുത്തതെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അസ്സലാമു അലൈക്കും എന്ന് പറയണം. അപ്പോൾ വഅലൈക്കുമുസ്സലാം എന്ന് തിരിച്ചു പറയണം. വഅലൈക്കുസ്സലാം എന്നല്ല, വഅലൈക്കുമുസ്സലാം ഐനാണല്ലോ. വഅലൈക്കുമുസ്സലാം എന്ന് തിരിച്ചു പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളിൽ പരസ്പരം സ്നേഹം വർദ്ധിക്കണോ? നിങ്ങൾ എന്ത് ചെയ്യണം? അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾ പരസ്പരം സലാമിനെ അധികരിപ്പിക്കണം. പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് സലാമുകൾ അധികരിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം. അപ്പൊ സലാം പറഞ്ഞാൽ ബന്ധങ്ങൾ വളരും. വലിയ പിണക്കങ്ങൾ വരെ ഒരു സലാം കൊണ്ട് പരിഹരിക്കപ്പെടും. തെറ്റി നിൽക്കുന്ന ഒരാളോട് പോയിട്ട് സലാം അലൈക്കും എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചാൽ അത് അവിടെ നിൽക്കും. നമ്മൾ മിണ്ടൂല, നമ്മുടെ കിബിർ സമ്മതിക്കൂല. നമ്മൾ ഒരാളോട് സലാം പറയാൻ നമ്മുടെ അഹങ്കാരം സമ്മതിക്കൂല. അപ്പൊ എല്ലാവരോടും സലാം പറയാനുള്ളൊരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട്? വിനയമുണ്ട് എന്നുള്ളതാണ്. 2, നമ്മൾ നമ്മൾ ഒരു മജ്ലിസിലേക്ക് എത്തിയാൽ, ഒരു സദസ്സിലോട്ട് എത്തിയാൽ അവിടെ താഴ്ന്ന പദവി ഇഷ്ടപ്പെടുക. നമ്മളൊരു കല്യാണ വീട്ടിലെത്തി, ഒരു നിക്കാഹിൻ്റെ അവിടെ എത്തി, പുതുമണവാളൻ്റെയും വലിയൻ്റെയും ഉസ്താദിൻ്റെയും നടുകിൽ ഞാനിരിക്കണം എന്ന് ചിന്തിക്കാൻ പാടില്ല. എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തണം എന്ന് ചിന്തിക്കരുത്. അല്ലെങ്കിൽ ഒരു മൗലിദിൻ്റെ സദസ്സിൽ പോയി എല്ലാവരും കസേരയിലാണ്, എനിക്ക് മാത്രം സ്റ്റൂൾ ഇട്ട് തന്നെ എനിക്കും കസേര വേണം എന്ന് ചിന്തിക്കാൻ പാടില്ല. അവിടെ ചെല്ലുമ്പോൾ ഏറ്റവും താഴ്ന്ന സ്ഥലം ഏതാണെങ്കിൽ അത് ആഗ്രഹിക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇരിക്കേണ്ട സ്ഥലങ്ങളുണ്ടാവും, അവിടെ അങ്ങനെ തന്നെ ഇരിക്കണം. ചില സ്ഥലങ്ങളിൽ ഇരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടെ അങ്ങനെ തന്നെ ഇരിക്കണം. എന്നാലോ എല്ലാ സ്ഥലങ്ങളിലും അത് ആഗ്രഹിക്കാൻ പാടില്ല. നമ്മളെക്കാൾ വലിയ ആലിമീങ്ങളുണ്ട്, നല്ല പൗരപ്രമുഖരുണ്ട്, ഉമറാക്കളുണ്ട്. അപ്പം നമ്മൾ മാറിക്കൊടുക്കണം. ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണം. നമ്മുടെ സീറ്റ് നമ്മൾ എഴുന്നേറ്റ് കൊടുക്കണം. അങ്ങനെ ഒരാൾക്ക് എഴുന്നേറ്റ് കൊടുത്തത് കൊണ്ട് നമ്മുടെ സ്ഥാനം എവിടെയും കുറയൂല. എഴുന്നേറ്റ് കൊടുക്കാതിരുന്നത് കൊണ്ട് നമ്മുടെ സ്ഥാനം വർദ്ധിക്കൂല. ജനങ്ങളുടെ മനസ്സിൽ വെറുപ്പേ വരുള്ളൂ. അയാളെ കണ്ടപ്പോൾ ബഹുമാനിച്ചില്ലല്ലോ, ഒരു വെറുപ്പ് വരും. ഇത് വീടിൻ്റെ ഉള്ളിലും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ഉമ്മനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പോയി സ്വീകരിച്ചിരുന്നതാണ്. ആയിഷ അങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് എന്നിട്ട് പോയി കൈപിടിച്ച് ഒരു ഉമ്മ കൊടുക്കും. ആര്? ലോകത്തിൻ്റെ നേതാവ്. ആ നേതാവിനേക്കാൾ സ്ഥാനമുള്ള ഒരാളുടെ പേര് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ സ്ഥാനമുള്ള ഒരാളുടെ പേര് ഇല്ല. ആ തങ്ങൾ ആയിഷ ഉമ്മനെ കാണുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഖദീജ ഉമ്മനെ കണ്ട സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവും. അത് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, റസൂലുള്ളാഹിനേക്കാൾ പ്രായം ആർക്കുണ്ടായിരുന്നല്ലോ, ഖദീജ ഉമ്മക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം. പക്ഷെ ആയിഷ ഉമ്മക്കില്ലല്ലോ. ആയിഷ ഉമ്മനെ കാണുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈ ചുംബിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചുംബിക്കും. അതൊരു സുന്നത്തായിരുന്നു. ഭർത്താവ് വീട്ടിലോട്ട് വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റിക്കണം. അത് എഴുന്നേറ്റ് എന്നില്ലെങ്കിൽ അന്നത്തെ ഭക്ഷണം മുടങ്ങുമോ? അതൊന്നുമല്ല. അതൊരു മര്യാദ, അതൊരു സ്നേഹം വരും. ആർക്ക്? ഭർത്താവിന് ഭാര്യയോട് ഒരു സ്നേഹം വരും. ഭർത്താവ് ചെയ്താലോ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഒരു സ്നേഹം വരും. അതുപോലെ അത് നമ്മൾ ശീലിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളൊക്കെ ഇരിക്കുന്ന സമയത്ത് മുതിർന്ന ഒരാൾ വരുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കാണിച്ചു കൊടുക്കണം. നമ്മളവിടെ ഇരുന്നിട്ട് എന്താടാ വല്യപ്പ ഇരുന്ന് കണ്ടില്ലേ, എഴുന്നേറ്റിക്കടാം എന്ന് പറയുമ്പോൾ രസമല്ല. എന്താ വല്യമ്മ വന്നത് ഈ കണ്ടില്ലേ, നിനക്കെന്താ എഴുന്നേറ്റിക്കാൻ വയ്യേ, നമ്മളിരുന്ന് പറയാം. അപ്പം ഈ വല്യപ്പാടെ മകനാണ് നമ്മളിരിക്കുക. എന്നിട്ട് നമ്മുടെ മകനോട് പറയാണ് എഴുന്നേറ്റിക്കട എന്ന് പറയുമ്പോൾ രസമല്ല. നമ്മൾ എഴുന്നേറ്റിക്കുക. അപ്പോൾ കുട്ടി എഴുന്നേറ്റില്ലെങ്കിൽ വല്യപ്പാനെ കണ്ടില്ലേ, എഴുന്നേറ്റിക്കുമോനെ, അപ്പോൾ കുട്ടി എഴുന്നേറ്റിക്കും. അപ്പം ഈ ശീലം നമ്മൾ വല്യപ്പയാകുമ്പോൾ നമ്മുടെ പേരക്കുട്ടികളും ഈ ശീലിക്കും. അപ്പം എവിടെ ചെല്ലുമ്പോഴും മറ്റൊരാൾക്ക് പരിഗണന കൊടുക്കുക, നമ്മളൊന്ന് ബാക്കിലോട്ട് മാറിയാലും കുഴപ്പമില്ല. 3-ാമത്തെ കാര്യമാണ് അഥവാ അമലുകൾ ചെയ്യുന്ന സമയത്ത് പ്രശംസയും ലോകമാന്യവും ഇഷ്ടപ്പെടാതിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉമ്മമാരും ശ്രദ്ധിക്കണം. എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന് വേണ്ടി ചെയ്യുക. വീട്ടിൽ നല്ല വിഭവം ഉണ്ടാക്കി
എന്നാൽ ഈ പുള്ളിക്കാരൻ ഒന്ന് വന്നിട്ട് ഇത് കഴിച്ചപ്പോൾ ഇതൊന്ന് കൊള്ളാം എന്ന് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കരുതേ. അദ്ദേഹം കൊള്ളാം എന്ന് പറഞ്ഞാലില്ലെങ്കിലും അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ കുറേ ടെൻഷൻ ഒഴിവായി കിട്ടും. ഭർത്താക്കന്മാരത് പറയും വേണം. നല്ല വിഭവമൊക്കെ ഉണ്ടാക്കിയ ഭാര്യയോട് എന്ത് ചെയ്യണം? മാഷാ അല്ലാ എന്ന് ഉഷാറായിട്ടുണ്ടെന്ന് പറയണം. എന്നാൽ നാളെയും കിട്ടും, അല്ലെങ്കിൽ നാളെ കിട്ടൂല, ഇന്ന് മാത്രമേ കിട്ടുള്ളൂ. അത് നല്ലതാണ്. അതിന് പ്രായമൊന്നുമില്ല. ഏത് പ്രായത്തിലും ഭാര്യ നല്ലൊരു വസ്ത്രം ഇട്ട് കാണുമ്പോൾ മാഷാ അല്ലാ അടിപൊളിയായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എന്ന് ഭാര്യയോട് പറയാം. ഭർത്താവിനോട് ഇങ്ങോട്ടും പറയാം. അത് ഒരു പരസ്പരം സ്നേഹം വർദ്ധിക്കുന്നുള്ളതാണ്. 30 വയസ്സ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്ന നിയമമൊന്നുമില്ല. മരിക്കുന്നത് വരെ ഭാര്യയും ഭർത്താവും അവരങ്ങനെ തന്നെയായിരിക്കും. അത് മക്കളുടെ മുന്നിലും പറയണം. മക്കളുടെ മുന്നിൽ പറഞ്ഞാൽ മക്കൾക്ക് ഇതൊരു മാതൃകയാവും. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഞാൻ കണ്ട ഏറ്റവും വലിയ മാതൃകാ ദമ്പതികളാണ് എന്ന് പറയാൻ ആർക്ക് പറ്റണം? നമ്മുടെ കുട്ടികൾക്ക് പറ്റണം. അല്ലാതെ കുട്ടികളുടെ മുന്നിൽ നമ്മൾ കീരിയും പാമ്പും പിന്നെ ബെഡ്റൂമിൽ പോയി നമ്മൾ സ്നേഹിക്കുക, ആ പരിപാടിയല്ല. എല്ലായിടത്തും മക്കളുടെ മുന്നിൽ നമ്മൾ ആരായിരിക്കണം? സ്നേഹനിധികളായ ഉപ്പയും ഉമ്മയും ആയിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു അമൽ ചെയ്യുന്ന സമയത്ത് വേറെ ഒരാൾ എന്ത് ചെയ്യണം? നമ്മളെ അതിൻ്റെ പേരിൽ അപ്രിഷ്യേറ്റ് ചെയ്യണം, ഒരാൾ നമ്മളെ പരിഗണിക്കണം എന്ന് ചിന്തിക്കാൻ പാടില്ല. സൃഷ്ടികളുടെ ഭാഗത്തുനിന്ന് തീരെ ചിന്തിക്കാൻ പാടില്ല. ഞാൻ അന്ന് പള്ളിക്ക് അത് കൊടുത്തു, അത് കൊടുത്തിട്ട് ഞാൻ ഇപ്പം ചെന്നപ്പോൾ എന്നെ പുറത്തിരുത്തി എന്ന് പറയരുത്. കൊടുക്കലോടുകൂടി അള്ളാൻ്റെ അക്കൗണ്ടിൽ കയറിയാലോ, അത് മതി. ഞാൻ 10 കൊല്ലം മുമ്പ് പള്ളിയുടെ പ്രസിഡൻ്റായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും ഞാൻ എവിടെയെങ്കിലും മുന്നിലിരിക്കണം എന്ന് ചിന്തിക്കരുത്. അത് നല്ല നീയത്തോടു കൂടി സേവനം ചെയ്തെങ്കിൽ അള്ളാഹിൻ്റെ അടുക്കൽ പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവും. അല്ല, അന്ന് ഞാൻ പ്രസിഡൻ്റാണ് എന്ന് പറയാൻ വേണ്ടി സേവനം ചെയ്തതാണെങ്കിൽ അത് അതോടുകൂടി മുറിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഈ 3 കാര്യം എന്ന് വെച്ചാൽ, 1 സലാം പറയണം, സലാം പറയാനുള്ള മനസ്സുണ്ടാവണം. 2 നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ അവിടെ സ്ഥാനം ആഗ്രഹിക്കാൻ പാടില്ല. 3 നമ്മളൊരു അമൽ ചെയ്യുന്ന സമയത്ത് റിയാ വരാൻ പാടില്ല, ലോകമാന്യം വരിക, മറ്റൊരാൾ എന്നെ ഒന്ന് പ്രശംസിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നിങ്ങനെയുള്ള ചിന്ത വരാൻ പാടില്ല. ഇതൊക്കെ നമ്മളെ ഇല്ലാതാക്കും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പം ഇത്രയും കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പകർത്തണം, ഈ 3 ശീലങ്ങൾ. അങ്ങനെ പകർത്തിയാൽ നമ്മൾ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ നമ്മളാരായിരിക്കും? പരുഷ സ്വഭാവത്തിൽ നിന്ന് മാറി നമ്മളോട് ജനങ്ങളെല്ലാം അടുത്ത് നിൽക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വരും. എപ്പോഴും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാളായിട്ട് നമ്മൾ പോവില്ല എന്നതുപോലെ തന്നെയാണ്. അപ്പം നമ്മളെപ്പോഴും വിനയം ഉണ്ടാവണം. ഈ വിനയം ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ കൂടെ നിൽക്കാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നിൽക്കാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പം നമ്മൾ റബീഉൽ അവ്വലിലോട്ട് കടക്കുക. അപ്പം അതിന് മുമ്പ് ഫസ്റ്റ് ക്വാളിറ്റിയാണ് എന്ത്? നമുക്ക് വിനയം ഉണ്ടാവണം, വിധേയത്വം. ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന ചിന്തയൊക്കെ മാറ്റി ഞാൻ ഒന്നുമല്ല എന്ന ചിന്ത ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ഖൽബിൻ്റെ ഉള്ളിലോട്ട് കയറും. അങ്ങനെ വിനയം ഉണ്ടെങ്കിൽ ധാരാളം അമലുകൾ ചെയ്യാൻ പറ്റും. നമുക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റാത്ത എന്താ? നമുക്ക് വിനയമില്ലാത്തതുകൊണ്ടാ. നമുക്ക് നേരാവണ്ണം ഇബാദത്ത് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാ? വിനയമില്ലാത്തതുകൊണ്ടാ. നമ്മൾ അള്ളാഹിൻ്റെ മുന്നിൽ ആരുമല്ല എന്നൊരു തോന്നലുണ്ടെങ്കിലുള്ളൂ നമുക്കിതൊക്കെ ഉണ്ടാവുക. ഞാനാണ് വലിയവൻ എന്ന ചിന്തയാണെങ്കിൽ അള്ളാഹിനേക്കാൾ വലിയ ഫിറൗനായിത്തീരും നമ്മൾ. ഫിറൗൻ്റെ പ്രശ്നം അതല്ലേ? ഫിറൗൻ്റെ പ്രശ്നം അനല്ല, ഞാനാണല്ല എന്നാണ് ഫിറൗൻ ചിന്തിച്ചത്. അപ്പം കിബറുണ്ടെങ്കിൽ ഒരു അമലിലോട്ട് നമ്മൾ കിടക്കൂല.